അപ്പൊ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു AlphaBeard. അപ്പോഴെന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നൊരു സാധനമുണ്ട്, ഉസ്ട്രാ ബിയർഡ് ഓയിൽ ഇല്ലേ. ഉസ്ട്രാ ബിയർഡ് ഓയിൽ നമ്മൾ അൺബോക്സ് ചെയ്ത് കണ്ടായിരുന്നു. അപ്പൊ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഒരു ബിയർഡ് ഓയിൽ നമുക്ക് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളത് എന്ന് കാണിച്ചു തരാം. അപ്പോഴാണ്ട് എന്റെ ആ ഉസ്ട്രാ ബിയർഡ് ഓയിൽ ഉണ്ട്, നിങ്ങൾക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നോർമൽ ഒരു അടപ്പാണ്. കണ്ടോ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് നോസിലാണ് വരുന്നത്. ഒരുപാട് തരത്തിലുള്ളത് വരാറുണ്ട്. സാധാരണ നമുക്ക് സ്പ്രേയർ വരാറുണ്ട്, ഫില്ലർ വരാറുണ്ട്, പിന്നെ ഇതുപോലുള്ള നോസിലും വരാറുണ്ട്. അപ്പോഴീ നോസിലാണ് ഉസ്ത്രയ്ക്ക് വരുന്നത്. നോസിൽ ഞാൻ അധികം പ്രിഫർ ചെയ്യുന്ന സാധനമല്ല, എപ്പോഴും സ്പ്രേയർ ആണ് നല്ലത്. ബട്ട് നമ്മള് അതുപോലുള്ള നമ്മളുടെ ഒരു യൂസ് ചെയ്യാനുള്ള ഇഷ്ടം നോക്കുന്നതിനനുസരിച്ച് തന്നെ ബിയർഡ് ഓയിലിന്റെ ക്വാളിറ്റിയും കൂടി നോക്കേണ്ടതുകൊണ്ടും ഞാനിപ്പം ഉസ്ത്ര തന്നെയാണ് നല്ലതായിട്ട് എപ്പോഴും പറയുന്നത്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഈ ഒരു സാധനം. അപ്പോഴേ കണ്ടോ, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ ക്യാപ്പ് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളൊരു ബിയർഡ് ഓയിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ യൂസ് ചെയ്യാതിരിക്കാന്നും ചെയ്യാമെന്നും ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ബിയർഡ് ഓയിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എത്ര തുള്ളി, അതായത് എത്രത്തോളം നമ്മളുടെ താടിക്ക് ആവശ്യമുണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മളെല്ലാവരും ഒരുപാട് എടുത്ത് യൂസ് ചെയ്യാറുണ്ട്. ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ നിറയെ നമ്മള് മുടിയിൽ എണ്ണ തേക്കുന്നത് പോലെ എടുത്തിട്ട് തേക്കാറുണ്ട്. അപ്പോൾ അതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്തും ഈ താടി ഇങ്ങനെ തിളങ്ങിയിരിക്കും ഇല്ലേ. നമുക്കൊരു മാറ്റ് ഫിനിഷ് ആണ് എപ്പോഴും താടിക്ക് വേണ്ടത്. ഒരു മാറ്റ് ഫിനിഷ് ആണെങ്കിൽ നമുക്ക് അത്രത്തോളം നല്ലൊരു രീതിയിൽ പോകും. പിന്നെ പറഞ്ഞാൽ പാച്ചസ് ഉണ്ടെങ്കിൽ തന്നെ ബിയർഡ് ഓയിൽ തേക്കുന്ന സമയത്ത് പാച്ചസ് അത്യാവശ്യം മറഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പൊ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പൊ യൂസ് ചെയ്യാനുള്ള എങ്ങനെ നോക്കാം. ഇപ്പൊ എനിക്ക് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ഇഞ്ച് അത്രേ ഉള്ളു. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, നല്ല രീതിയിൽ കഴുത്ത് വരെ വളർത്തിയിടുന്നതാണ്. അപ്പോഴ് ഈ ഒരു വീഡിയോക്കകത്ത് ജസ്റ്റ് 1 ഇഞ്ച് മാത്രമേ നീളമുള്ളൂ. അപ്പോൾ ഇത്രയൊരു നീളത്തിലുള്ള ഒരു താടിയുള്ളവർക്ക് ജസ്റ്റ് ഒരു 5 ഡ്രോപ്സ് മാത്രം എടുത്താൽ മതിയായിരിക്കും. കാരണം നമ്മളുടെ ഒരു ഒരു സൂത്തൻ കിട്ടാനായിട്ട് ജസ്റ്റ് നമുക്കൊന്ന് എടുത്തു നോക്കാം. 1, 2, 3, 4 and 5 കണ്ടോ, ഒരു 6 തുള്ളി കൊണ്ടുണ്ട്. കുഴപ്പമില്ല. നമുക്ക് എന്നിട്ട് തേച്ച് നോക്കാം. ജസ്റ്റ് കൈ മൊത്തം ആക്കുക, നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് കണ്ടോ, ഒരു നനവ് മാത്രമേ ഉള്ളൂ കയ്യില്. ഇതെടുത്തതിന് ശേഷം പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബിയർഡ് ഓയിൽ ഒരിക്കലും നമ്മളുടെ രോമത്തിന് വേണ്ടിയല്ല, നമ്മളുടെ സ്കിന്നിന് വേണ്ടിയാണ്. നമുക്ക് ഇച്ചിങ് ഉണ്ടാവാറുണ്ട്, താടി ഇച്ചിങ് ഉണ്ടാവാറുണ്ട്. എല്ലാരും ബിയർഡ് ഓയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിയർഡ് ഓയിൽ യൂസ് ചെയ്ത് താടി വളരാൻ വേണ്ടിയാണ്. അത് തെറ്റായ ഒരു കാര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താടിയെ നമുക്കൊന്ന് എടുത്തറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ തൊലിക്ക് ഇറിറ്റേഷൻസ് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ബിയർഡ് ഓയിൽ യൂസ് ചെയ്യുന്നത്. ബിയർഡ് ഓയിൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞ് ഈ താടി ഇല്ലാത്ത സ്ഥലത്ത് ഒരിക്കലും വരാൻ പോകുന്നില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് തേച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതുപോലെ നമുക്ക് അകത്ത് ഉള്ളിൽ കയറ്റി അകത്തേക്ക് വേണം തേക്കാനായിട്ട്. വിരലിന്റെ തുമ്പത്തുള്ളത് വേണമെങ്കിൽ മീശയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അപ്ലൈ ചെയ്ത ശേഷം അകത്തേക്ക് കയറ്റി നമുക്കൊന്ന് ഒരു മസാജിങ് രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ബിയർഡ് ഓയിൽ യൂസ് ചെയ്യണത്. ഒരുപാട് എടുത്ത് യൂസ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം എല്ലാവരും ഞാൻ പറയുമ്പോഴത്തേക്കല്ല 35 ml ഉള്ളൂ. ഈ 399 രൂപയ്ക്ക് 35 ml കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ തലേത്തേക്ക് എണ്ണ പോലല്ല. ഈ ഒരു 5 തുള്ളി വെച്ച് തന്നെ നമുക്കൊരു 3 മാസം വരെ ഈ സാധനം കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എന്തിനാണ് നമുക്ക് അധികം വലുത് ഇല്ലേ. അതുകൊണ്ട് തന്നെ ഈ സാധനം അത്രത്തോളം അധികം യൂസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മളിപ്പോ ചെയ്ത കടയിൽ ഇപ്പം ഞാനൊരു ജസ്റ്റ് ഒരു 3000-നോടടുത്ത് മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. തുടങ്ങിയിട്ട് ഇപ്പൊ ജസ്റ്റ് 2 മന്തേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ അത്യാവശ്യം നല്ല റീച്ചില് വീഡിയോ എത്താൻ സാധിച്ചു. ഇതുപോലുള്ള യൂട്യൂബ് ചാനലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സും ഒരുപാട് യൂട്യൂബേഴ്സും ഞാൻ എന്തൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു, ഒന്ന് പ്രൊമോട്ട് ചെയ്യാമെന്നൊക്കെ ചോദിച്ചായിരുന്നു അവരോടും. അവര് പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ, അവരെ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇടാന്ന് പറഞ്ഞു. എന്നിട്ട് അവരെല്ലാം എന്നെ ഒന്ന് കൺഗ്രാറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും ദിവസം കൊണ്ട് തന്നെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എത്തിച്ചെടുത്തല്ലോ, വലിയ കാര്യമാണ്. ഇങ്ങനെ തന്നെ പോവുക. ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു രീതിയിൽ ഇൻകമിന് വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ ചെയ്യുന്നതെങ്കിൽ ഇൻകം കിട്ടുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്ക് നിരാശപ്പെടരുത്.
നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്തെങ്കിലും ഒരു ഉപകാരം ഇതിൽ നിന്ന് കിട്ടുമെന്നാണ് എല്ലാരും പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഉപകാരത്തിനേക്കാളും കൂടുതൽ യൂട്യൂബ് ചാനലിനകത്ത് എനിക്കിപ്പോ ഗ്രൂമിങ്ങിന്റെ മലയാളത്തിലുള്ള ഒരുപാട് ചാനലുകൾ എടുത്ത് നോക്കിയപ്പോഴും അവർ പലതും മറച്ചാണ് എനിക്ക് സംസാരിക്കാനായിട്ട് തോന്നിയത്. കാരണം അവരെന്തോ എല്ലാം പറയാത്തത് പോലെ, അതിനെ അത്രയും അറിയാത്തത് കൊണ്ടാണോ എന്തോ എനിക്കറിയില്ല. ബട്ട് ഈ പറഞ്ഞ ഒരു കരിയർ ഓയിൽസിനെ കുറിച്ചും എസെൻഷ്യൽ ഓയിലിനെ കുറിച്ചും കഴിഞ്ഞ വീഡിയോ പറഞ്ഞൊന്നും അധികം ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല, മലയാളം യൂട്യൂബ് ചാനൽസിൽ. അപ്പോഴ് അതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് നിങ്ങളിൽ എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ മലയാളികൾ അധികം ആരും ഈ ബിയർഡ് ഓയിൽ യൂസ് ചെയ്യുന്നതിനകത്ത് അത്ര അറിയാവുന്നവരൊന്നുമല്ല. ജസ്റ്റ് ആർക്കെങ്കിലും താടി വളർത്തണമെന്ന് തോന്നുക, ഒരെണ്ണം മേടിക്കുക, ഇത് തേച്ച് ഇതൊരു ബിയർഡ് ഓയിൽ അല്ലേ, ഇത് ഞാൻ ചിലപ്പോ 1000-700 രൂപ എടുത്ത് മേടിച്ച സാധനമല്ലേ, ഈ സാധനം തേച്ച് എനിക്ക് താടി വളരുമല്ലോ അതുകൊണ്ട് മേടിച്ചേക്കാന്ന് വിചാരിക്കും. അപ്പോഴേ ഇതും ഒരു മിത്ത് മാത്രമാണ്. ഒരിക്കലും ബിയർഡ് ഓയിൽ തേച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ താടി ഇല്ലാത്തടത്ത് വളരാൻ പോകുന്നില്ല. ഓക്കെ, അതും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ ഈ വീഡിയോ ഞാനിപ്പോ ചെയ്തപ്പം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞത് റോക്ക് പേപ്പർ എന്ന് പറയുന്ന ഒരു സാലൂണിനെ പറ്റി ഇല്ലേ. ഇപ്പൊ ഈ റോക്ക് പേപ്പർ സാലൂൺ വെച്ചിട്ടാണ് എനിക്കിപ്പം ഈ ഒരു 3000 സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉണ്ടായിട്ട് പോലും ഇവര് 3000 അല്ല 2200 അടുപ്പിച്ച് ആയോളൂ ഇപ്പം തന്നെ. അപ്പൊ അത്ര ആയിട്ട് പോലും നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോ അത്ര ആവോ എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനൊരു അവസരമല്ല ഒരുക്കി തന്നു. അവര് തന്നെ അൺബോക്സിംഗ് ഉള്ള സാധനങ്ങളും എല്ലാം ഞാനിവിടെ എന്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അദ്ദേഹത്തുമായിട്ട് ചേർന്നിട്ട് ഞാനിപ്പോ ഇതിങ്ങനെ ചെയ്തത്. എനിക്ക് അവരോട് നല്ല താങ്ക്സ് പറയാനുണ്ട്. ഇങ്ങനൊരു അവസരം ഒപ്പിച്ചു തന്നത് സൂപ്പറാണ്. നിങ്ങൾക്കെല്ലാം അറിയാമെങ്കിൽ റോക്ക് പേപ്പർ അറിയാമെങ്കിൽ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അതിന്റെ സ്ഥലവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അറിയാമെങ്കിൽ അവിടെ ഒന്ന് ചെക്ക് ഔട്ട് ദാറ്റ് സ്റ്റോർ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നെക്സ്റ്റ് വീഡിയോ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്.